വിശുദ്ധ മർക്കോസ് ശ്ലീഹ അറിയിച്ച സുവിശേഷം 8 അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങൾ. യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവർ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ആളുകൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചില പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, കേസറിയ ഫിലിപ്പി അതിൻ്റെ ചരിത്രം മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ഈ ചോദ്യത്തിൻ്റെ മറുപടിയുടെ ആഴം നമുക്ക് മനസ്സിലാക്കുക. റോമ നഗരത്തിൻ്റെ അതിർത്തി പ്രദേശമായ റോമൻ ചക്രവർത്തിയുടെ സീസറിന്റെ ഭരണത്തിന് കീഴിലുള്ള ഒരു സ്ഥലം തന്നെയാണ് കേസറിയ ഫിലിപ്പി. അവിടെ അനേകം ദൈവങ്ങളുടെ അമ്പലവും കൂടാതെ സീസറിന്റെ പൂർണ്ണകായമായ രൂപവും അതിനോടനുബന്ധിച്ച് അവൻ മനുഷ്യപുത്രനും ദൈവപുത്രനുമാണെന്ന് തെളിയിക്കുന്ന അവൻ്റെ രൂപവും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നീട് ഖനനം ചെയ്തപ്പോൾ അവിടെ അനേകം വിഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ചുറ്റുപാടും അനേകം ദൈവങ്ങളുടെ കിരീടവും ചെങ്കോലും ധരിച്ച സീസറിന്റെ രൂപത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ക്രിസ്തു ചോദിക്കുക, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസന് മറുപടി പറയുന്നു, നീയാണ് എൻ്റെ ദൈവമെന്ന്. സീസറിന്റെ അധികാരത്തെയും ചെങ്കോലിനെയും കിരീടത്തെയും നിരാകരിക്കുന്നതാണ് പത്രോസിന്റെ മറുപടി. പത്രോസ് പറയുന്നു, തലചായ്ക്കാൻ ഇടമില്ലാത്ത നസറത്തിൽ നിന്ന് വന്ന സാധാരണക്കാരനായ നീയാണ് എൻ്റെ ദൈവം. ക്രിസ്തുവിന്റെ ബലമെന്ന് പറയുന്നതും ശക്തിയില്ലായ്മ എന്ന് പറയുന്നതും അവൻ്റെ ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് തന്നെയാണ്. സീസറിന്റെ ഉള്ളായ്മയെ നിരാകരിക്കുന്നതുമാണ്. 12-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ് അസീസി എന്ന് പറഞ്ഞ പൊക്കം കുറഞ്ഞ ചെറുപ്പക്കാരനും ഇതുതന്നെ ആവർത്തിക്കുന്നുണ്ട്. തങ്ങളുടെ കത്തീഡ്രലിലേക്ക് ഫ്രാൻസിസ് അസീസി കടന്നു ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കത്തീഡ്രലിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് തന്നെ ഫ്രാൻസിസ് അസീസി കാണുന്നുണ്ട് കിരീടവും ചെങ്കോലും പിടിച്ച് അൾത്താരയിലിരിക്കുന്ന ഒരു രൂപം. അവിടെ നിന്നുകൊണ്ട് ഫ്രാൻസിസ് അസീസി വിളിച്ചു പറയുകയാണ്, ഇതല്ല എൻ്റെ ദൈവം. ഇറങ്ങി ഓടുകയാ മനുഷ്യൻ. എന്നിട്ട് പ്രോസുങ്കുല എന്ന ദേവാലയത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ദേവാലയത്തിൽ ക്രൂശ് രൂപത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ വിളിച്ചു പറയുകയാണ്, ഇതാണ് എൻ്റെ ദൈവമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ദൈവം. ക്രൂശിതനായ, നഗ്നനായ, തോറ്റുപോയ ഒരു ദൈവം. ആ ദൈവം നമ്മളോട് പറയുന്നത് തോൽവിയൊന്നും തോൽവിയല്ലെന്നും, ജയം ഈ തോൽവി തന്നെ ഉണ്ടെന്നും, മുറിവൊന്നും മുറിവല്ലെന്നും, അവയൊക്കെ ഉയർപ്പമാണെന്നുള്ള ചിന്ത തന്നെ. ഈ നോമ്പുകാലവും നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് അത് തന്നെയാണ്. ജീവിതത്തിൻ്റെ നേട്ടങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുവാൻ, നിനക്കൊരു കുറവുണ്ട്, അത് നിന്റെ പണമാണെന്ന് പറയുന്ന ക്രിസ്തുനാഥൻ ചെറുപ്പക്കാരനോട് ആ കുറവ് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാ ദാരിദ്ര്യത്തിൻ്റെ, അവൻ്റെ മുറിവിൻ്റെ ലോകത്തിലേക്ക് നമ്മളും കടന്നു ചെല്ലുക. പ്രിയപ്പെട്ടവരെ, അവൻ്റെ മുറിവിനോട് താതാത്മ്യപ്പെടുമ്പോഴാ ക്രിസ്തു നമുക്ക് എല്ലാമായി തീരുക. ഉയർത്തിനു ശേഷവും മുറിവ് സൂക്ഷിക്കുന്നവനാ ക്രിസ്തു. അവനെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മുറിവേറ്റ് നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ കുറിച്ച്. ഇത് തന്നെയാണ് നമ്മളും
നോമ്പ് കാലത്ത് ത്യാഗത്തിലൂടെ സഹനത്തിലൂടെ ഏറ്റെടുക്കുന്നത്. പണ്ട് ഒരു സാറ് പഠിപ്പിച്ചപ്പോൾ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഒരു യൂറോപ്പിൽ നിന്ന് ഒരു മനുഷ്യൻ കേരളത്തിൽ വന്നിരിക്കുക വരയാടുകളെക്കുറിച്ച് ഗവേഷണം നടത്താൻ വേണ്ടി. വരയാടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവ മനുഷ്യൻ്റെ ഗന്ധമോ നിഴലോ കണ്ടു കഴിഞ്ഞാൽ ഓടി ഒളിക്കും. അങ്ങനെ വളരെ കാലം ബുദ്ധിമുട്ടിയിട്ടും ഒരു വരയാടിനെ കുറിച്ച് പോലും അദ്ദേഹത്തിന് കാണുവാനോ അതിനെക്കുറിച്ച് പഠനം നടത്തുവാനോ സാധിച്ചില്ല. അദ്ദേഹം വളരെ പണ്ഡിതരായിട്ടുള്ളവരോട് ചോദിക്കുന്നുണ്ട്. അവസാനം ഒരു പ്രൊഫസർ ഇങ്ങനെ പറയുന്നുണ്ട്, വരയാടുമായിട്ട് താതാമ്യപ്പെട്ടാൽ മാത്രമേ നിനക്ക് അവയെക്കുറിച്ച് പഠനം നടത്താൻ കഴിയൂ. ആ മനുഷ്യൻ പിന്നീട് വരയാടുകൾ കിടക്കുന്ന സ്ഥലത്ത് പോയി കിടന്നുരുളും, കുളിക്കാതിരിക്കും. അങ്ങനെ കാലങ്ങൾ ഈ വരയാടിന് ഒപ്പം ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ആ മനുഷ്യൻ തൻ്റെ ഗവേഷണം പൂർത്തിയാക്കി മടങ്ങിപ്പോവുകയാണ്. ഇതുതന്നെയാണ് ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുവാൻ ആവശ്യപ്പെടുന്ന നമ്മൾ ഓരോരുത്തരോടും ക്രിസ്തു ആവശ്യപ്പെടുന്നത്. അവനുമായിട്ട് താതാത്മ്യപ്പെടുവാൻ ചില മുറിവുകൾ നമ്മൾ സ്വീകരിച്ചേ മതിയാവൂ. അവൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ചില മുറിവുകളിലൂടെയാണ് അവൻ നമ്മെ തിരിച്ചറിയുക. ആ മുറിവേറ്റെടുക്കുന്നതാ നോമ്പുകാലം. അതിന് നമ്മൾ ചില വിട്ടുവീഴ്ചകളും ത്യാഗങ്ങളും സഹനങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും. ഈ ലോകത്തിൽ വിജയമെന്ന് പറയുന്നവയ്ക്കൊന്നും വിജയമില്ലെന്നുള്ള കാഴ്ചപ്പാടിലേക്ക് കടന്നു പോകേണ്ടി വരും. അതുതന്നെയല്ലേ നമ്മുടെ മാർപ്പാപ്പ നമ്മളോടും പറയുന്നത്. മാർപ്പാപ്പയുടെ ലളിതമായ ഒരു ജീവിതം, ഒരു കൊച്ചിന് പോലും തൻ്റെ തൊപ്പിയെടുക്കുവാൻ കാണിക്കുന്ന ഔദാര്യം. പാപ്പ തൻ്റെ ആഡംബര കെട്ടിടത്തിൽ നിന്ന് മാറി താമസിക്കുവാൻ, ലളിതമായി ജീവിക്കുവാൻ നിരന്തരം പ്രഘോഷിക്കുന്നത്. പാപ്പായുടെ വാക്കുകൾ കേട്ട് അനേകർ വ്യത്യസ്തമായ ജീവിതത്തിലൂടെ കടന്നു വരുന്നുണ്ട്. ഒരു പക്ഷേ അക്രൈസ്തവർ പോലും മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നു. തീർച്ചയായിട്ടും എനിക്കറിയാം, ഒരു തുമ്പോളി എന്ന ഗ്രാമത്തിൽ അവിടുത്തെ അമ്പലത്തിൽ വളരെയേറെ വലിയ ഉത്സവങ്ങൾ നടക്കാറുള്ളതാണ്. 2-3 ലക്ഷമൊക്കെ പൊടിച്ച് അവിടെ അവർ മാർപ്പാപ്പയുടെ വാക്കുകൾ കേട്ടിട്ട് വെറും 25,000 രൂപയുടെ ഉത്സവം നടത്തി ബാക്കിയുള്ള പണം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അങ്ങനെ ജീവിതത്തിൽ തിരിച്ചറിവുകളുടെ ലോകത്തിലേക്ക് കടന്നു ചെല്ലുന്നതാ നമ്മുടെ മാർപ്പാപ്പയുടെ വാക്കുകൾ പോലും. അതൊരു പക്ഷേ ക്രിസ്തുനാഥൻ നമ്മളോട് കാണിച്ചു തന്ന വഴിയിലൂടെ തന്നെയാണ് ജീവിതം കാണിച്ചു കൊടുക്കുന്നത്. പൗലോസ്ലീഹയുടെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭോഷത്വമായ കുരിശ്, യഹൂദർക്ക് ഇടർച്ചയായ കുരിശ്, ഗ്രീക്കുകാർക്ക് ഭോഷത്വമായ കുരിശ്, അതുതന്നെയാണ് നമ്മളും പ്രഘോഷിക്കുന്നത്. നമ്മുടെ ലളിതമായ ജീവിതത്തിലൂടെ, ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം കാഴ്ചവെക്കുന്നതിലൂടെ, മാറ്റിവെക്കുന്നതിലൂടെ, ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നതിലൂടെ ഈ ലളിതമായ അല്ലെങ്കിൽ ജീവിതത്തെയാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ ലാളിത്യം തിരഞ്ഞെടുക്കുവാൻ, അതുപോലെ തന്നെ ജീവിതത്തെ കുറച്ചും കൂടി മനോഹരമാക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടതുണ്ട്. 22 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവന് കപ്പലില്ല ജോലി, അവന് അവിടെ പാത്രം കഴുകുന്നതാണ്. ഒരു നാൾ അവന് ഉദ്യോഗക്കയറ്റം കിട്ടുന്നുണ്ട് അവിടുത്തെ മദ്യം വിളമ്പുന്ന ശാലയിലേക്ക്. 2-3 ലക്ഷം രൂപ അവന് കൂടുതലായിട്ട് ലഭിക്കും. അവൻ പറയുക, ഞാൻ ആ ജോലി വേണ്ടാന്ന് വെച്ചു. കാരണം ക്രിസ്തുവിനെ അറിഞ്ഞുപോയി. ക്രിസ്തുവിനെ അറിയുമ്പോൾ ചിലത് വേണ്ടാന്ന് വയ്ക്കുവാനുള്ള നമ്മുടെ തീരുമാനങ്ങളാണ്, ചില കാര്യങ്ങൾ ഏറ്റെടുക്കുവാനുള്ള തീരുമാനങ്ങളാണ്. അവനെ പെഴുതി നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ വഴികളിൽ ഒരു പക്ഷേ നമ്മൾ വലിയവരായി തീർന്നെന്ന് വരില്ല, നേട്ടങ്ങൾ ഉള്ളവരെന്ന് ആയിത്തീരണമെന്നില്ല. മറിച്ച് അവനോടുകൂടെ ഒരു പക്ഷേ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളെല്ലാം വെറും ഭോഷത്വങ്ങളായി തീർന്ന് നമ്മൾ അവനോടുകൂടി കടന്നു പോകേണ്ടവരാ. ഒരു കുഞ്ഞിക്കിളിയുടെ കഥയുണ്ട്. കാട് കത്തുകയാണ്. കാട് കത്തുമ്പോൾ എല്ലാ
മൃഗങ്ങളും കിളികളും ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കുഞ്ഞിക്കിളി മാത്രം അടുത്തുള്ള ഒരു പുഴയിൽ പോയി വെള്ളം ചിറകിൽ നനച്ച് ഈ കാട് നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മക്കിളി ചോദിക്കുന്നുണ്ട്, നീ എന്താ കാണിക്കുന്നേ? നിനക്ക് രക്ഷപ്പെട്ടുകൂടെ? നീ എന്തിനാ നിന്റെ ജീവൻ പോലും പണയപ്പെടുത്തി ഇത് ചെയ്യുന്നേ? അപ്പോൾ ആ കുഞ്ഞിക്കിളി പറയുക, ഒരു പുൽനാമ്പ് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു കാടായിട്ട് വളരും. അതുകൊണ്ട് ഈ ചെറിയ പ്രവൃത്തി എനിക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. ഇത് തന്നെയാണ് നമ്മുടെ ലോകത്തിൽ നമുക്ക് ചെയ്യുവാൻ, നമ്മുടെ ജീവിതം കൊണ്ട് നേടുവാൻ സാധിക്കുക. ഈ ലോകം മുഴുവൻ തിന്മയുടെ പിടിയിലകപ്പെടുമ്പോഴും നന്മയുടെ ചെറിയ മഞ്ഞുതുള്ളികൾ പെയ്യിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഫല്യം, നമ്മുടെ ജീവിതത്തിൻ്റെ നേട്ടം. അതുകൊണ്ട് തന്നെ ഈ ലോകം നമ്മളോട് നേട്ടങ്ങളുടെ ലോകത്തേക്ക് വിളിക്കുമ്പോഴും ഈ കുഞ്ഞിക്കിളിയുടെ മനോഭാവത്തോടുകൂടി നന്മയുടെ പുറകെ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ നോമ്പുകാലവും നമ്മുടെ ജീവിതത്തെ മുറിവുകളുടെ ക്രിസ്തുവിനോടുള്ള നേട്ടങ്ങളുടെ ലോകമായി തീരുവാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. കുരിശാണൻ ജീവാമൃതം, ഈ കുരിശാണൻ ജീവന്റെ മാർഗം, കുരിശാണൻ രക്ഷാകരം, ഈ കുരിശാണൻ അഭിമാനരൂപം, കുരിശാണൻ ജീവാമൃതം, ഈ കുരിശാണൻ ജീവന്റെ മാർഗം, കുരിശാണൻ രക്ഷാകരം, ഈ കുരിശാണൻ അഭിമാനരൂപം. ക്രൂശിൽ ചിന്തം സ്നേഹം, ക്രൂശിൽ പുണരും ഭാഗ്യം, ഈ കുരിശോട് ചേർക്കേണമേ, എന്നെ പൂർണ്ണമായി ചേർക്കേണമേ. ക്രൂശിൽ ചിന്തം സ്നേഹം, ക്രൂശിൽ പുണരും ഭാഗ്യം, ഈ കുരിശോട് ചേർക്കേണമേ, എന്നെ പൂർണ്ണമായി ചേർക്കേണമേ. കുരിശാണൻ ജീവാമൃതം, ഈ കുരിശാണൻ ജീവന്റെ മാർഗം, കുരിശാണൻ രക്ഷാകരം, ഈ കുരിശാണൻ അഭിമാനരൂപം. വിശ്വാസത്തോടെ യാത്ര ചെയ്യുന്നവനു ക്രൂശിലെന്നും വിജയം തരും. വിശ്വാസത്തോടെ യാത്ര ചെയ്യുന്നവനു ക്രൂശിലെന്നും വിജയം തരും. നാശത്തിലൂടെ സഞ്ചരിക്കുന്നവനോ കുരിശെന്നുമേ ഘോഷത്വം. നാശത്തിലൂടെ സഞ്ചരിക്കുന്നവനോ കുരിശെന്നുമേ ഘോഷത്വം. ക്രൂശിൽ ചിന്തം സ്നേഹം, ക്രൂശിൽ പുണരും ഭാഗ്യം, ഈ കുരിശോട് ചേർക്കേണമേ, എന്നെ പൂർണ്ണമായി ചേർക്കേണമേ. ക്രൂശിൽ ചിന്തം സ്നേഹം, ക്രൂശിൽ പുണരും ഭാഗ്യം, ഈ കുരിശോട് ചേർക്കേണമേ,
എന്നെ പൂർണ്ണമായി ചേർക്കേണമേ. കുരിശാണൻ ജീവാമൃതം, ഈ കുരിശാണൻ ജീവന്റെ മാർഗം, കുരിശാണ് രക്ഷാകരം, ഈ കുരിശാണ് അഭിമാനരൂപം. ക്രൂശിൽ പിടഞ്ഞു ജീവൻ ബലിയായ നാഥൻ നമ്മിലിന്നും ജീവിക്കുന്നു. ക്രൂശിൽ പിടഞ്ഞു ജീവൻ ബലിയായ നാഥൻ നമ്മിലിന്നും ജീവിക്കുന്നു. നാഥൻ തിരുച്ചോര ചിന്തിയ ക്രൂശിത മാനവനെന്നും അഭയം. നാഥൻ തിരുച്ചോര ചിന്തിയ ക്രൂശിത മാനവനെന്നും അഭയം. ക്രൂശിൽ ചിന്തും സ്നേഹം, ക്രൂശിൽ പുണരും ഭാഗ്യം, ഈ കുരിശോടു ചേർക്കേണമേ. എന്നെ പൂർണ്ണമായി ചേർക്കേണമേ. ക്രൂശിൽ ചിന്തും സ്നേഹം, ക്രൂശിൽ പുണരും ഭാഗ്യം, ഈ കുരിശോടു ചേർക്കേണമേ. എന്നെ പൂർണ്ണമായി ചേർക്കേണമേ. കുരിശാണൻ ജീവാമൃതം, ഈ കുരിശാണൻ ജീവന്റെ മാർഗം, കുരിശാണ് രക്ഷാകരം, ഈ കുരിശാണ് അഭിമാനരൂപം. ക്രൂശിൽ ചിന്തും സ്നേഹം, ക്രൂശിൽ പുണരും ഭാഗ്യം, ഈ കുരിശോടു ചേർക്കേണമേ. എന്നെ പൂർണ്ണമായി ചേർക്കേണമേ. ക്രൂശിൽ ചിന്തും സ്നേഹം, ക്രൂശിൽ പുണരും ഭാഗ്യം, ഈ കുരിശോടു ചേർക്കേണമേ. എന്നെ പൂർണ്ണമായി ചേർക്കേണമേ.